അമേരിക്കയ്ക്കെതിരെ കടുത്ത പരിഹാസവുമായി ഇറാൻ രംഗത്ത്. ഇറാന്റെ എണ്ണ സമ്പത്തിനെ തകർക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെയാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് ഇറാന്റെ സ്പീക്കർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ എണ്ണ സമ്പത്തിനെ തകർക്കാനുള്ള അമേരിക്കയുടെ ഈ ഒരു നീക്കം അത് പൂർണ്ണ പരാജയമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സ്പീക്കർ മുഹമ്മദ് ബാഹർ ഖലീബാഫ്. US ട്രഷറി സെക്രട്ടറി സ്ക്വാഡ് വിൻസന്റിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ തന്നെ കടുത്ത പ്രതികരണം നടത്തിയിരിക്കുന്നത്. US നടപ്പിലാക്കുന്ന സാമ്പത്തിക തന്ത്രങ്ങൾ അത് ഫലപ്രദമല്ല എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും അതേസമയം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $140 വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. US സൈനിക നടപടികൾ ആരംഭിച്ച് 3 ദിവസം പിന്നിട്ടിട്ട് പോലും ഇറാന്റെ ഒരൊറ്റ എണ്ണ ഉൽപാദന കേന്ദ്രത്തിനും ഒരു നഷ്ടം പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന അവകാശവാദം പോലും അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ്. ഉപരോധം നീട്ടലിലും ഇറാന്റെ എണ്ണ കിണറുകൾ സുരക്ഷിതമാണ് എന്നും അവയെ ലൈവ് സ്ട്രീമിംഗ് നടത്തി അത് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ഒരു പരിഹാസം ഉന്നയിച്ചിരുന്നത്. അതേപോലെ തന്നെ അമേരിക്ക ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടയിൽ വാക്പോരും കടുത്ത രാഷ്ട്രീയ പ്രതികരണങ്ങളും ശക്തമാവുകയാണ്. ഇതെന്തായാലും ആഗോള എണ്ണ വിപണിയെ ബാധിക്കുമോ എന്ന ചോദ്യമോട് അത് ഉടലെടുത്തിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇവിടെ വലിയ രീതിയിൽ ഉടലെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എണ്ണവില കുതിച്ചുയരുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല ഇറാൻ ആകട്ടെ ഈ ഒരു എണ്ണയുടെ കാര്യത്തിൽ പോലും വലിയ സാമ്പത്തികമായി തന്നെ ഒരു നഷ്ടം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നും ഇത് തെളിയിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം അമേരിക്ക പുറത്തുവിട്ടിരുന്നു. ഇറാനെതിരായ സൈനിക നടപടിക്ക് US ചെലവായത് ഏകദേശം $2500 കോടി ആണ് എന്ന വിലയിരുത്തലാണ് അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഇറാനിൽ ബോംബിടാൻ മാത്രമാണ് ഇത്രയധികം പണം ചിലവഴിച്ചതെന്നും അത്യാധുനിക ആയുധങ്ങൾ, സൈനിക ഓപ്പറേഷനുകൾ ഇവയ്ക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ചിലവാക്കുകയും ഇറാനെ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങളാണ് ഈ ചിലവിന് കാരണമായതെന്നും പറയപ്പെടുന്നു. US കോൺഗ്രസിലെ സായുധ സേന സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് ഈ ഒരു കണക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധക്കളത്തിൽ US അതിശയിപ്പിക്കുന്ന സൈനിക വിജയം നേടിയെന്നും 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ വകുപ്പിന് $1.5 ട്രില്യൺ ബഡ്ജറ്റ് അനിവാര്യമാണ് എന്നും ഇതിൽ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ ബഡ്ജറ്റ്, ഇറാൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ ഒരു കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാവുകയും ഇത് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം അറബിക്കടലിലടക്കം അതീവ നാടകീയ രംഗങ്ങൾ അടങ്ങുന്ന നീക്കങ്ങൾ നടക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ വിന്യസിപ്പിച്ച 2000-ലധികം US നാവികരുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെന്ന അവകാശവാദവുമായി പോലും ഇറാൻ രംഗത്ത് വരികയും ഇറാൻ ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പ് രംഗത്ത് വരികയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ US സൈനിക ആസ്ഥാനമായ പെന്റഗൺ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ചോർന്ന വിവരങ്ങളിൽ ചിലത് അത് ആധികാരികമാണ് എന്നും വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മേഖലയിലെ US നാവികർക്ക് നേരെ സംഘം ഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇത് ഒരു പ്രാദേശിക അറബ് വാർത്താ ചാനലിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2379 US നാവികരുടെ വിവരങ്ങളാണ് ചോർത്തിയതെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.